ഇതിലിപ്പോ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ ആളുകളെ കൊല്ലുന്നു, വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ തന്നെ അധ്യാപകരെയോ ഗുരുനാഥന്മാരെയോ മാതാപിതാക്കളെയോ ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ സമൂഹത്തിന്റെ ഭാരമായി വരുന്നൊരു 2K എന്ന രീതിയിലൊക്കെ കളിയാക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയൊരു സമൂഹം ഉയർന്നു വരുന്നുള്ള നമ്മളെ സംബന്ധിച്ചുള്ള വളരെയധികം ഭീതിജനകമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അധ്യാപകർക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്? സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ബാഗ് പരിശോധിക്കാൻ പോലും അനുവാദമില്ലാത്ത രീതിയിൽ ഭയങ്കര റിജിഡ് ആയി പോയി സിസ്റ്റം. അത്ര റിജിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിന്റെ അന്തരീക്ഷത്തിനുള്ളിൽ അധ്യാപകർക്ക് ഒരു അതോറിറ്റി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ലിമിറ്റേഷൻസ് വരും. പക്ഷെ അതിൽ നമ്മളൊരു സ്വയം വിമർശനം കൂടി നടത്തേണ്ടതുണ്ട്. കാരണം വടി കൊടുത്താൽ എല്ലാ അധ്യാപകരുടെയും വടി കൊടുത്താൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. കാരണം ഇപ്പൊ നമുക്ക് പേഴ്സണലി ഉള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു കുട്ടികളെ താരതമ്യം ചെയ്തുകൊണ്ട് അതിൽ നന്നായി പഠിക്കുന്നവൻ മോശമായി പഠിക്കുന്നവൻ അല്ലെങ്കിൽ അവൻ സാമ്പത്തിക നിലയുള്ളവൻ സാമ്പത്തിക ഇതിനെ തിരിച്ചു കാണാൻ കൊള്ളുന്നവൻ കാണാൻ കൊള്ളാത്തവൻ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിൽ തിരിച്ച് ചിന്തിച്ചിരുന്നു. അത് മാത്രമല്ല നമ്മൾ പണ്ട് പറയണമെന്നില്ല, സാറ് സ്കൂളിൽ ഭയങ്കര ചൂടായിട്ടാണ് വരുന്നത്, സാറിന്റെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ സാർ വീട്ടിലെന്തോ വഴക്കിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ പണ്ട് പറയുന്ന കോമൺ ഡയലോഗാണ്. അതായത് അങ്ങനെ ഉപയോഗിച്ചിരുന്ന അധ്യാപകർക്ക് വടി കൊടുത്ത സൊസൈറ്റി നന്നാവുമല്ല, അവർക്ക് ഈ സിസ്റ്റത്തോട് വീണ്ടും എതിർപ്പ് ഉണ്ടാവാനാണ് സാധ്യത ഉണ്ടാവുന്നത്.